ഇപ്പൊ കിട്ടിയൊരു അപ്ഡേറ്റ് പറയാനായിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. എന്തെന്ന് വെച്ചാല് മണിയൻ എന്ന പേരുണ്ടായിരുന്ന ഗോപൻ, പിന്നീട് ഗോപൻ സ്വാമിയായ ഗോപൻ, അദ്ദേഹത്തിന്റെ ഹൃദയത്തില് വാൽവില് 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്നും പ്രമേഹ രോഗിയായിരുന്നുവെന്നും അതേപോലെ തന്നെ കിടപ്പിലായിരുന്ന വൃദ്ധനായിരുന്നുവെന്നും ഇപ്പൊ നമ്മുടെ മനോരമ ന്യൂസിൽ ഒരു റിപ്പോർട്ട് കണ്ടു. നെയ്യാറ്റിൻകര ഗോപന്റെ ഹൃദയ വാൽവിൽ 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നുവെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പ്രമേഹം ബാധിച്ച് കാലുകളിൽ മുറിവുണ്ടായിരുന്നു. അസുഖങ്ങൾ മരണകാരണമായോ എന്ന് വ്യക്തമാവണമെങ്കിൽ ആന്തരിക പരിശോധനാ ഫലം കിട്ടണമെന്നാണ് ഫോറൻസിക് ഡോക്ടർമാർ പറയുന്നത്. അതായത് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ ഗോപനെ ബാധിച്ചിരുന്നു. കാരണം കിടപ്പ് രോഗി തന്നെയായിരുന്നു. ഹൃദയ വാൽവിൽ 2 ബ്ലോക്കുകൾ ഉണ്ടായിരുന്നു. മാത്രമല്ല പ്രമേഹ രോഗിയായിരുന്നു. പ്രമേഹം ബാധിച്ച് കാലുകൾക്ക് മുറിവുണ്ടായിരുന്നു. അത് നല്ല ഇൻഫെക്ഷൻ ബാധിച്ച ഒരു അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഈ വാർദ്ധക്യ സഹജമായ അസുഖങ്ങളും ഹൃദ്രോഗവും മരണകാരണമായോ എന്ന് വ്യക്തമാകാനായി ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം എത്തണമെന്നാണ് പോലീസ് പറയുന്നത്. ഈ അവശ നിലയിലായിരുന്ന വൃദ്ധനെ ഈ പറയുന്ന സമാധി സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവിടെ വെച്ച് മരണം സംഭവിച്ച ശേഷം ഈ സംസ്കാരം നടത്തിയോ അതോ മരണം സംഭവിച്ച ശേഷം ആണോ അദ്ദേഹത്തിനെ ആ ഭാഗത്തേക്ക് കൊണ്ടിരുത്തിയത് എന്ന് സംബന്ധിച്ചുള്ള 2 ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത്. മനോരമ ന്യൂസ് മാത്രമാണ് ഗോപൻ എന്ന പേര് മാത്രമായിട്ട് ഉൾപ്പെടുത്തി സംസാരിച്ചത്. സാധാരണ എല്ലാ മാധ്യമങ്ങളും സ്വാമി എന്ന പേര് കൊടുത്തുകൊണ്ട് ആവശ്യമില്ലാത്ത പബ്ലിസിറ്റിയാണ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യന് ഞാൻ ആദ്യമേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ ഇതിൽ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യാം, നിങ്ങൾക്ക് നോക്കി അറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞതിന്റെ ഏകദേശ രൂപമൊക്കെ ഇപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട്. സമാധിയായി എന്ന് പറയുന്നതിന് പകരം ആളിനെ കൊണ്ട് മരിച്ചതിന് ശേഷം ഒന്നെങ്കിൽ കൊണ്ട് അവിടെ ഇരുത്തിയതായിരിക്കാം, അല്ലെങ്കിൽ വയ്യാതിരുന്ന ആൾ മരിക്കുന്ന ഒരു കണ്ടീഷൻ എത്തിയപ്പോൾ കൊണ്ടിരുത്തിയതായിരിക്കാം. എന്തായാലും ഇതൊരു ബിസിനസ് തന്ത്രം മാത്രമാണ്. മക്കള് അച്ഛനിൽ കൂടി ഒരു ബിസിനസ് ആക്കി എടുക്കുക, അമ്പലം വളർത്തിയെടുക്കാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ഒരു പ്രഹസനങ്ങളൊക്കെയാണ് നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. ഹിന്ദു ഐക്യവേദിയൊക്കെ കൂട്ടുപിടിച്ചൊക്കെ കുറേയൊക്കെ സംവാദങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും ഈ വാദങ്ങളെല്ലാം ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരുന്നതോടുകൂടി പൊളിയുമെന്നാണ് വിശ്വസിക്കുന്നത്. നമുക്ക് കണ്ടറിയാം മണിയൻ ആയിരുന്നോ ഗോപൻ സ്വാമി ആയിരുന്നോ നേരായ ആളെന്നുള്ളത്. ഓക്കെ, ഈ ഗോപൻ സ്വാമി എന്ന പേരിൽ ഇനിയും പറഞ്ഞ് സമാധി ഇരുത്തിയിരിക്കുന്നത്, മഹാസമാധിയൊക്കെ കുടിയിരുത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ് ശരിക്കും അവിടെ സംഭവിച്ചതെന്നുള്ളത്. ഇപ്പൊ ഏകദേശ രൂപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പ്രമേഹ രോഗിയായിരുന്നു, കിടപ്പിലായിരുന്നു എന്ന് അവരുടെ അമ്മയും മക്കളും ഒക്കെ പറയുന്നത്. അച്ഛൻ നടന്നുപോയി സമാധി സ്ഥലത്ത് ഇരുന്നു, അങ്ങനെ അച്ഛൻ ശിവനിലേക്ക് ലയിച്ചു എന്നൊക്കെയാണ്. അപ്പോ എന്തൊക്കെയല്ലേ, ഇനി കാണാം. ഇനിയുണ്ട്, വരാനുണ്ട്, ഒരുപാട് ന്യൂസുകൾ വരാനുണ്ട്. വരുന്ന വഴിക്ക് നമുക്ക് കണ്ടറിയാം എങ്ങനെയാണ് സംഭവങ്ങളൊക്കെ ഉണ്ടായത്. ഇനി ഗോപൻ സ്വാമിയാണോ ഇനി ഗോപനായിരുന്നു എന്നുള്ളത് നമുക്ക് കണ്ടറിയാം.